ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇല്ലേ, അത് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വലിയ ആളൊന്നുമല്ല അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്, ബട്ട് ചില അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും പൊതുവേ വലിയ വലിയ ചാനൽസുകാരുടെ താഴെ വരുന്ന കുറേ കമൻസ്, അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഫസ്റ്റ് എന്നെ തുടങ്ങാൻ പോകുന്നത്, ഞാൻ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ലൈഫ് ബോയ് സോപ്പാണ് നമുക്ക് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അമ്മ. അപ്പോൾ സ്ഥിരം ലൈഫ് ബോയ് സോപ്പ് തന്നെയാണ്, വർഷങ്ങളോളം ലൈഫ് ബോയ് സോപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അന്നത്തെ ലൈഫ് ബോയ് സോപ്പിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു സോപ്പിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറെ ഒരു സോപ്പും ഇതുവരെ തേച്ചിട്ടില്ല. ഇതുവരെ മീൻസ് ഒരു 10th വരെ, അതിനുശേഷമാണ് ഞാൻ പിന്നെ മാറിയത്. അപ്പോൾ അമ്മ വേറെ ഒന്നും അങ്ങനെ നമുക്ക് തരാറില്ല. അപ്പോൾ ഇടയിൽ വെച്ച് അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗൾഫിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് ഈ ലക്സിൻ്റെ അല്ലെങ്കിൽ റെക്സോണയുടെ ഒക്കെ ഒരു പാക്ക് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചുകൊണ്ട് തരുമ്പോൾ നമുക്കൊരു കൗതുകം കൊണ്ട് ഞങ്ങളത് യൂസ് ചെയ്യും. ഇടയിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മേനോട് ചോദിച്ചിട്ട് ഞങ്ങൾ പറയും, ഫേസിൽ പിമ്പിൾസ് വരുന്നുണ്ട്, ഇതുവരെ അങ്ങനെ കാണാറില്ല, ഇപ്പം എന്തെങ്കിലും വന്നു തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സോപ്പ് മാറി തേച്ചോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടൊന്നും അല്ലാട്ടോ, ഒരു പാവം ഗാനഭൂഷണമാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ ചാനൽസിൽ വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബ്യൂട്ടി ടിപ്സൊക്കെ തരുന്നവരുടെ താഴെ പോയിട്ട് കുറേ കമൻസ് കാണാറുണ്ട്. ചേച്ചി എനിക്ക് ഓയിലി സ്കിന്നാണ്, ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ഡ്രൈ സ്കിന്നാണ്, ഞാൻ എങ്ങനത്തെ തരത്തിലുള്ള ഫേസ് ക്രീം യൂസ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം അവരോട് ചോദിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയാം. നമുക്ക് എങ്ങനത്തെ ഫേസ് വാഷാണ് മാച്ച് ചെയ്യുക, എങ്ങനത്തെയാണ് കൺസീലറാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ക്രീമാണ്. ചിലവർക്ക് ക്രീംസൊക്കെ അലർജി ആയിരിക്കും, ചിലവർക്ക് ഇതൊന്നും പറ്റില്ല, ചിലവർക്ക് കുറച്ച് അധികം കെമിക്കൽസ് കുറഞ്ഞത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതിനൊരു സൊല്യൂഷൻ കിട്ടാനും പോകുന്നില്ല. ബെസ്റ്റ് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് എന്താ വേണം. ഇപ്പോൾ നമ്മൾ ഇൻടേക്ക് നമ്മുടെ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ക്രീം ആയാലും. ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിന്നിന് കൊടുക്കുന്ന ഒരു തരം ഫുഡ് പോലെയാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണോ, ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ വരുന്ന സപ്ലയറിനോട് ചോദിക്കുക എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. അവരോട് പറയാം എനിക്കിപ്പോൾ ഫിഷ് ഫ്രൈ വേണോ, അല്ലെങ്കിൽ ബിരിയാണി വേണോ, അല്ലെങ്കിൽ മന്തി വേണം ഉണ്ടോ, എനിക്കതാണ് ഇഷ്ടം, എനിക്കെല്ലാം അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ഏതൊക്കെ, അല്ലെങ്കിൽ ചിലവർക്ക് ചിലത് അലർജി ഉണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ പുതിന അലർജി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് പറയും പുതിന ഇല്ലാത്ത ജ്യൂസ്, പുതിന ഇല്ലാത്ത എന്തെങ്കിലും റൈസ്, അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാറില്ല. എന്തുകൊണ്ടാണ്? എനിക്കറിയാം എൻ്റെ കാര്യം ഞാൻ തന്നെ കെയർ ചെയ്യണം. എൻ്റെ കാര്യം മറ്റൊരാൾ കെയർ ചെയ്യാൻ അറിയില്ല. അവർ ചിലപ്പോൾ എൻ്റെ കാര്യം അറിയാണ്ട് എനിക്ക് മിൻറ്റ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മിൻറ്റ് ജ്യൂസ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പുതിന അലർജിയാണ്, എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ അറിയുന്നത്. കാരണം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അല്ലാതെ നമ്മൾ ആരോടും പോയി ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ വരുന്ന ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്യൂട്ടി കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവർ അവരത് ചെയ്യുന്നത് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ സെയിം ആയിരിക്കും, പക്ഷേ പ്രൊഡക്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് കാണിക്കുന്ന നേപ്പി ആണെങ്കിൽ നാളെ കാണിക്കുന്നത് ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ആയിരിക്കും, മറ്റന്നാൾ കാണിക്കുന്നത് സ്ട്രീറ്റ് വെയർ ആയിരിക്കും, പിന്നെ കാണിക്കുന്നത് വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആയിരിക്കും, ലോറിയലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അത് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ അനുസരിച്ചിട്ടാണ് അവർ അതിൽ വേരിയേഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരുടെ ജോലി ചെയ്തോട്ടെ, ഏതായാലും അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതനുസരിച്ചിട്ട് അവർ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണം കുറച്ച് ചിന്തിക്കാൻ. കാരണം എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്തോ, പക്ഷേ ഞാനിത് വാങ്ങില്ല, അല്ലെങ്കിൽ ഞാനിത് വാങ്ങിച്ച് നോക്കാം, ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തേച്ച് നോക്കാം എനിക്ക് അലർജി ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അല്ലാതെ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫേസിനെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ പോയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു നോക്കൂ. കാരണം ഈ ബ്യൂട്ടി കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സ്കിൻ ഡോക്ടേഴ്സ് വേറെ, അവരുടെ ചാനൽ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ മാറ്റി പ്രൊഡക്ട്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജി വരും, അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് വരും, അങ്ങനെ പലതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ മാറ്റി യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തന്നെ നമുക്ക് എന്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ചെറിയ പ്രൊഡക്ട്സ് വാങ്ങിച്ച് നോക്കി നമ്മൾ തന്നെ ട്രൈ ചെയ്ത് കുറച്ച് പൈസ മുടക്കേണ്ടി വരും, എന്നാലും നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. വേറെ പുതിയ പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ ട്രൈ ചെയ്യാനേ പോകേണ്ട ആവശ്യമില്ല. എന്തിനാ വെറുതെ ട്രൈ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു സംഭവം വരുന്നത്? പിന്നെ അതൊരു ഡിഫറൻസ് വേറെ. അപ്പോൾ ദൈവം തരുന്ന ബ്യൂട്ടിയിൽ, അത് എങ്ങനെയാണ്, ഡാർക്ക് സ്കിന്നാണെങ്കിലും വൈറ്റ് സ്കിന്നാണെങ്കിലും എന്താണെങ്കിലും, നമുക്ക് എന്തെങ്കിലും കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ ബ്യൂട്ടിനേക്കാളും വലുതല്ല ഔട്ടർ ബ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്നർ ബ്യൂട്ടി എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മ, നമ്മൾ ആരും ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക, നമ്മൾ ആരോടെങ്കിലും നന്നായി സംസാരിക്കുക, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ നിറയെ ബുക്സ് വായിക്കുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ. അല്ലാതെ ഈ കാണുന്ന മൈക്രോബ്ലേഡിംഗ് ഒക്കെ ചെയ്തിട്ടും ഗ്ലൂക്കോട്ടോൺ തേച്ചിട്ടും വെളുത്ത് പാറി നടന്നിട്ടൊക്കെ ഇതല്ല ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കണം. ലൈഫിൽ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നന്നായിട്ട് നല്ലൊരു അക്കോമഡേഷൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടുകൂടി ജീവിക്കുക, നന്നായി ജീവിക്കുക,
ഫുഡിനായാലും ഡ്രസ്സിനായാലും ഒന്ന് മുടക്ക് വരേണ്ട നോക്കുക, എൻഗേജഡ് ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, മൈക്രോബ്ലേഡിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു ബ്യൂട്ടി ക്രിയേറ്റർ ഇട്ടപ്പോൾ താഴെ, ചേച്ചി എനിക്കും ആഗ്രഹമുണ്ട് മൈക്രോബ്ലേഡിങ് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അവർ ചെയ്തോട്ടെ, പൈസ ഉള്ളവരായാലും, അല്ലെങ്കിൽ അവർക്കത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അവർക്കത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ അവരത് ചെയ്യണം. പക്ഷേ അതുകൊണ്ട് ഈ പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ പൈസ അതിന് ഇറക്കാൻ വേണ്ടി വിഷമമുള്ളവരൊക്കെ വിഷമിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടൊന്നുമല്ല, പണ്ടത്തെ നടി ശാരദയുടെയൊക്കെ ഫേസ് നോക്ക്, ശാരദാമ്മയുടെ ഫേസ് ആയാലും, അല്ലെങ്കിൽ പണ്ടത്തെ നടിമാരൊക്കെ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ടാണോ അവരുടെയൊക്കെ ബ്യൂട്ടി നോക്കുക? അവരുടെ ബ്യൂട്ടി പോലെ വരുമോ ഇന്നത്തെ ആക്ട്രസ്സുമാരിൽ? വളരെ വിരളം മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്ത് ചെയ്താലും ഇതൊന്നും ചെയ്യാത്ത പണ്ടത്തെ നടിമാരുടെ പഴയ മൂവീസ് പോയി നോക്കുക, അവരുടെ നാച്ചുറൽ ബ്യൂട്ടി ഇത് വല്ലതും അവർ ചെയ്തിട്ടാണോ? പണ്ടത്തെ മൂവി ഇന്നലെ ഞാൻ കണ്ടു, സാഗർ ഏലിയാസ് ജാക്കിയിൽ നമ്മുടെ അംബികയുടെ ഫേസും അംബികയുടെ ഹെയറൊക്കെ ഒന്ന് നോക്കൂ. ഇതെല്ലാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരുപാട് ക്രീംസ് തേക്കുക, ഒരുപാട് ഹെയറിനൊക്കെ ഒരുപാട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നാൻ കാരണം നമുക്ക് ഉള്ളിൽ ഇല്ലാത്ത കോൺഫിഡൻസ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ക്രീം തേക്കണം, ഈ ക്രീം തേക്കണം, മൈക്രോബ്ലേഡിങ് ചെയ്യണം എന്ന്. അല്ലെങ്കിൽ ഉള്ള ബ്യൂട്ടി പോരാ, എനിക്കൊന്ന് എൻഹാൻസ് ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റെ ഐബ്രോസ് ഒന്ന് എൻഹാൻസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലിപ്സ് ഞാൻ പ്ലം മാതിരി ആക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള തോന്നൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഓവർ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ ഏജിങ് വരുമ്പോഴായിരിക്കാം ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ തന്നെ അത് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ആയാലും ബ്യൂട്ടി കണ്ടൻറ്റ് ഇറക്കുന്നവരുടെയൊക്കെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റസേ നിങ്ങൾക്ക് അറിയുള്ളൂ, ആർക്കും അറിയുള്ളൂ. ഇവരൊക്കെ ഫ്യൂച്ചറിൽ എന്തനുഭവിക്കാൻ പോകണു, ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ടൈം നമുക്ക് വരുമ്പോഴായിരിക്കും അറിയുള്ളൂ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് ഓക്കെ, ഇതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും കുറേ പേരുടെയൊക്കെ ചേഞ്ചസ്. അപ്പോൾ ഇപ്പോൾ ചേഞ്ചസ് നമുക്ക് കാണാറായിട്ടില്ല, അതിനുള്ള ടൈമും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വൈറ്റനിങ് ചെയ്യുക, മൈക്രോബ്ലേഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ഷൻ വെക്കുക, ഗ്ലൂക്കോട്ടാൻ്റെ ഇഞ്ചക്ഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് യോജിക്കാം. ഞാൻ അതിനെ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ കമൻസ് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഒരുപാട് പേര് അതിൻ്റെ താഴെ പല പല കമൻസും കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, അവർക്കുള്ളൊരു റിപ്ലൈ ആയിട്ട് എടുത്താൽ മതി. എൻ്റെ ചാനലിൽ വന്നിട്ട് എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതാണ്, നമുക്ക് ഉള്ള ബ്യൂട്ടിയിൽ നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യമില്ല. ഈ ഒരു കൃത്രിമ ക്രീമുകളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടാത്ത ഒന്നും വേണ്ട. നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ പ്രൊഫഷനിൽ ഫോക്കസ് ചെയ്യൂ. പ്രൊഫഷൻ എങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊമോഷനിലേക്ക് എന്ത് ചെയ്യാം, എന്തെല്ലാം വായിക്കാം, എന്തെല്ലാം യാത്രകൾ ചെയ്യാം, എന്തെല്ലാം ഭക്ഷണ രീതികൾ കഴിക്കാം, എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ കാര്യങ്ങൾ, അയ്യോ ഞാൻ പോരാ, അല്ലെങ്കിൽ എനിക്ക് വൈറ്റനിങ് ചെയ്യണം, ഞാൻ ഡാർക്ക് സ്കിന്നാണ്, കുറച്ചും കൂടെ എനിക്ക് വെളുപ്പ് വേണം, മുടി, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ആണ് മറ്റുള്ളവർ നിങ്ങളെ കാണുക. നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ എങ്ങനെ സ്റ്റാറ്റസ് ആണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ സംസാരം, ഇതൊക്കെ മതി. ഇതൊക്കെ ബ്യൂട്ടീൻ്റെ അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാ ബ്യൂട്ടീസും എല്ലാവരും ഒരേപോലെയല്ല. നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് കാണുന്നുണ്ടല്ലോ, ഒരുപാട് നമ്മൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നവരുടെയൊക്കെ പതുക്കെ മോറൽസ് ആയിട്ടെല്ലാം ഇങ്ങനെ പുറത്ത് വരണ കാണാറുണ്ട്. അതുകൊണ്ട് ബ്യൂട്ടിയിലൊന്നും അല്ല കാര്യം എന്നുള്ളതാണ്. ഉള്ള ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായി അനാവശ്യമായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ദയവ് ചെയ്ത് ഒരുപാട് പേരുണ്ട്, ഞാൻ എന്താ പറയുക, എത്ര ചാനൽസിൻ്റെ താഴെ ഞാൻ കാണുന്നതാണ്, എനിക്കൊരു ഫേസ് വാഷ്, എനിക്കൊരു കൺസീലർ, ചേച്ചി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ എന്ന്. ഞാൻ കുറേ നാൾ വീക്കോ തെച്ച് നടക്കുന്ന ഒരാൾ, ഞാൻ വീക്കോ അല്ലാണ്ട് വേറെ ഒരു ക്രീമോ, എനിക്ക് ഡെയിലി റുട്ടീൻ ക്രീം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വല്ലപ്പോഴും തോന്നുമ്പോൾ ഞാൻ ഒന്ന് നൈറ്റിലൊന്ന് ഫേസിൽ തേക്കാറുണ്ട് അല്ലാതെ ഞാൻ അതർവൈസ് എനിക്ക് നൈറ്റ് ക്രീമില്ല, ഒരു ക്രീമും ഇല്ല, ഡേ ക്രീമും ഇല്ല, ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് മാത്രം എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഈ വീക്കോ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ തേക്കാൻ തുടങ്ങി, അപ്പോൾ അവർക്കത് പിമ്പിൾസ് വരാൻ തുടങ്ങി. എനിക്കത് സർപ്രൈസ് ആയിരുന്നു. കാരണം വീക്കോയിൽ എങ്ങനെ പിമ്പിൾസ് വരുന്നു എനിക്കറിയില്ല. അത് അവരുടെ സ്കിൻ അതിനോട് റിയാക്ട് ചെയ്യുന്നത് ആ ഒരു വിധത്തിലായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് ആർക്കും ഒന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് നാൾ കുങ്കുമാതി തേയില അതെൻ്റെ ഫ്രണ്ട് തന്നിട്ട് അവരുടെ പ്രൊഡക്ഷനാണ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തേച്ചുകൊണ്ടിരുന്നു, കുറേ നാൾ ഞാനത് തേച്ചതാണ്. പക്ഷേ എനിക്കത് ലൈറ്റായിട്ടൊരു ഡാർക്ക് ആവുന്ന ഒരു ഫീൽ വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ചിലർ പറയുന്നുണ്ട് കുങ്കുമാതി തേയിലും ബെസ്റ്റാണ്, നല്ല ക്ലിയർ സ്കിന്ന് വരും, നല്ല ഫേസൊക്കെ നല്ല ഗ്ലോ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തോ
പറ്റിയില്ല, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണ്ടത് അവരവരുടെ സ്കിന്നിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ആയേ പറ്റൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക, അവരുടെ സജഷൻ ചോദിക്കുക, അതനുസരിച്ച് ചെയ്യുക. അവർ തരുന്ന ക്രീം എന്തെങ്കിലും തേച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല, അലർജി അങ്ങനെ എന്തുണ്ടെങ്കിലും തിരിച്ച് അവരുടെ അടുത്ത് തന്നെ പോകാമല്ലോ. അവരുടെ അടുത്ത് തന്നെ പോയിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യും, മാറ്റിത്തരും. അല്ലെങ്കിൽ അതെന്താണെന്നുള്ള സൊല്യൂഷൻ അവർ തന്നെ കാണും. ഇപ്പോൾ നിങ്ങൾ ഈ ബ്യൂട്ടി കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവരുടെ താഴെ കൊണ്ടുപോയിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും സജസ്റ്റ് ചെയ്യും, നിങ്ങൾ തേക്കും. നിങ്ങൾക്ക് അതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ അതിന് മറുമരുന്നെന്ന് പറയില്ലേ, അതുപോലെ എന്തെങ്കിലും അവർ തരുമോ? ഇല്ലല്ലോ. അവർ പിന്നെ പോയി, അവർ പിന്നെ അപ്പോഴേക്കും അവർ ഈ പ്രൊഡക്റ്റ് വിട്ടിട്ട് അവർ വേറെ പ്രൊഡക്റ്റ് തുടങ്ങിയിട്ടുണ്ടാകും പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നിങ്ങൾ എന്താ ചെയ്യുക, ഇത് വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോവോ, വേറെ പുതിയ പ്രൊഡക്റ്റിൻ്റെ പുറകിൽ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്താണ് അവരോട് ചോദിക്കുന്നത്, നീ ഫേസ് വാഷ് ഏതാണ്, അതേതാണ്, ഇത് ഇപ്പം കുറച്ചൊക്കെ ചോദിക്കാം. ഐലൈനർ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതാണ് നല്ല ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണ്, അങ്ങനെയായിട്ട് ചോദിക്കണം, കൊണ്ട് തെറ്റില്ല. അത് നമുക്ക് ഐലൈനർ സ്മഡ്ജ് പ്രൂഫാണോ വാട്ടർ പ്രൂഫാണോ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ മനസ്സിലാക്കണതിൽ തെറ്റില്ല. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതുപോലെ വാങ്ങാം, നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം, ട്രൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളായാലും ശരി, വേറെ എന്തെങ്കിലും, അതായത് ഫേസിൽ വരുന്ന ഹൈലൈറ്റനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ക്രീം, ഫേസ് വാഷ്, കൺസീലർ, പിന്നെ സീറം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറൊരാൾ പറഞ്ഞു തന്നിട്ട് വേണ്ട നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും, അറിയുന്നുണ്ടാവും. പക്ഷേ എന്നാൽ ആ കമൻസുകൾ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ എനിക്കത് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.